ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. നിഫ്റ്റി ഡെയിലി മിനിറ്റ് ചാർട്ട് ആണെങ്കിൽ പെർഫെക്റ്റ് പിക്ചറാണ് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റത്തിന് വേണ്ടി. ബട്ട് ഒരേ ഒരു കൺസേൺ ഉള്ളത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്കിലി ചാർട്ട് ഓക്കെ, സ്ലൈഡ് നാളെ എത്രത്തോളം മൊമെൻറ്റം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ബട്ട് അപ്സൈഡ് മൊമെൻറ്റത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇന്ന് വോളിയം വളരെ കുറവായിരുന്നു, അതുകൊണ്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു. ബട്ട് അപ്സൈഡ് മൊമെൻറ്റത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് നാളെയോ നെക്സ്റ്റ് വീക്കോ എന്തായാലും ഒരു ഷുവറായിട്ട് അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാവും. മോസ്റ്റ്ലി അപ്സൈഡ് മൊമെൻറ്റത്തിനാണ് ചാൻസ്. ഡൗൺ സൈഡ് മൊമെൻറ്റം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 26,100 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ ഫർദർ ഡൗൺ സൈഡിന് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റത്തിന് തന്നെയാണ്. ബ്രേക്ക് ചെയ്യണം മീൻസ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ആക്ഷനോട് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ കാര്യമില്ല, ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ ഓപ്പണായി ഈ ഏരിയയിൽ വന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എടുക്കാം. പക്ഷെ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല, കൺസോൾട്ടേഷൻ ആയിരുന്നു. മെയിൻലി ഇന്ന് ജനുവരി 1 ആയതുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ മുകളിൽ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നോക്കുക, പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഫോം ആവുന്നത് നോക്കുക. ഡൗൺ സൈഡ് ആണ് ഫോം ആവുകയാണെങ്കിൽ ഇതിന് താഴെ ക്ലോസിംഗ് തന്ന് പ്രൈസ് ആക്ഷനോടെ ക്ലോസിംഗ് തരാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡ് ട്രേഡ് എടുക്കാം. ഓക്കെ, നിഫ്റ്റി പോസിറ്റീവ് ആവാൻ വേണ്ടി നിഫ്റ്റി വീക്ക്ലി ക്യാൻഡിൽ നാളെ നെക്സ്റ്റ് വീക്ക് പോസിറ്റീവ് ആവാൻ വേണ്ടി ഈ ഒരു ഓൾമോസ്റ്റ് 200 മുകളിൽ ഓൾമോസ്റ്റ് 190 200 ക്ലോസ് ചെയ്താൽ ദെൻ ഇറ്റ്സ് എ പെർഫെക്റ്റ് പിക്ചർ ആയിരിക്കും അപ്സൈഡ് മൊമെന്റത്തിന്. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു വെരി ഗുഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. വീക്ക്ലി പൊസിഷൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ഈ ക്യാൻഡിൽ എത്രത്തോളം സ്ട്രോങ് ക്ലോസ് ചെയ്താൽ നല്ലതായിരിക്കും. ഒരു ഡൈസി മൂവ്മെന്റ് ക്ലോസിംഗ് ഇല്ലാണ്ട് നല്ലൊരു സ്ട്രോങ് ക്ലോസിംഗ് ആണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഈ ഒരു ഇന്നലത്തെ ക്ലോസിംഗ് സപ്പോർട്ട് എടുത്തിട്ട് കുറച്ച് സൈഡിൽ അപ്സൈഡ് മൊമെന്റം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ ക്രൂഷ്യൽ സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റിക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ട്, ഇവിടെയും സപ്പോർട്ട് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് മൊമെന്റത്തിനുള്ള ചാൻസ് വളരെ കുറവാണ് കമ്പയർഡ് ടു നിഫ്റ്റി. മോസ്റ്റ്ലി ഒരു അപ്സൈഡ് മൊമെന്റം അല്ലെങ്കിൽ അഗെയിൻ 1 more days ഓഫ് കൺസോൾട്ടേഷൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പും വെരി ഗുഡ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഇന്നലത്തെ ക്യാൻഡിൽ ബുള്ളിഷ് ആണ്, ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ്. സോ അപ്സൈഡ് മൊമെന്റത്തിനാണ് കൂടുതലും ചാൻസ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് എടുത്താലും നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ചും കൂടി ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പ്. ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, then മുകളിലോട്ട് പോകുന്നുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ്. ഇന്ന് കുറച്ചും കൂടെ 0.41% അപ്പായിരുന്നു. സിൽവർ നമുക്ക് നോക്കാം. സിൽവർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് ക്യാൻഡിൽ നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. നമുക്ക് ടാർഗറ്റ് 66.7 ആ റേഞ്ച് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ്, ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. കുറച്ചും കൂടെ ഒരു 4200 വരെ റേഞ്ച് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. ഇനി ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ അഗൈൻ സെയിം ഏരിയ തന്നെയാണ്. സോ നെക്സ്റ്റ് വീക്ക് ഈസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻ ബിറ്റ് കോയിനിൽ നെക്സ്റ്റ് വീക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നല്ലൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി അപ്സൈഡ് മൂവ്മെന്റത്തിനായിരിക്കും ചാൻസ്. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ 1-2 സെക്ടേഴ്സ് മാത്രം നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50 പോസിറ്റീവ് ആയിരുന്നു. ബജാജ് ഓട്ടോ 2.59 പോസിറ്റീവ് ആയിരുന്നു. ശ്രീറാം ഫിനാൻസ് നല്ലൊരു മൂവ്മെന്റമാണ്. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നല്ലൊരു മൂവ്മെന്റം കാഴ്ചവെച്ചിട്ടുണ്ട്. 2.39, NTPC 1.99, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് 1.57, ITC 9.69, 10% ഡൗൺ ആയിരുന്നു ITC. FMCG ഇൻഡെക്സ് ഇന്ന് ഓൾമോസ്റ്റ് 3.6% ഡൗൺ ആയിരുന്നു IT, ബിക്കോസ് ഐ തിങ്ക് ടുബാക്കോ റിലേറ്റഡ് എന്തോ ന്യൂസ് ഉണ്ടായിരുന്നു, അതിന്റെ ടുബാക്കോ കമ്പനീസ് എല്ലാം ഡൗൺ ആയിരുന്നു. സോ മിഡ് ക്യാപ്പ് നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ JSW എനർജി 3.99, അദാനി പവർ 3.99, RECL ലിമിറ്റഡ് 3.28 അപ്പായിരുന്നു. CG പവർ 1.37, ഡിമാർട്ട് 1.80, യുണൈറ്റഡ് സ്പിരിറ്റ് 2.65 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ ഐഡിയ 8.09, ഇന്നലെ ഐഡിയ 10% ഡൗൺ ആയിരുന്നു, ഇത് 8.09 അപ്പായി. അജന്ത് ഫാർമ 6.37 അപ്പായിരുന്നു.
ആസ്ട്രൽ എല്ലാം അപ്പായിരുന്നു. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ എൻഡ്യൂറൻസ് 1.99, KPR മിൽ 3.13 ആൻഡ് ഗോദ്രേജ് ഗോഡ്ഫ്രൈ ഫിലിപ്പ് എനിക്കറിയില്ല ഈ സ്റ്റോക്ക് 17.17 ഡൗൺ ആയിരുന്നു. സോ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ടാരിൽ 7.34 അപ്പായിരുന്നു. ഫിൻ കേബിൾസ് 5.06, ABSA AMC 4.30. ഇത് 2 ദിവസം മുന്നേ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാം. നല്ല സ്റ്റോക്കാണ്, നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. റെക്കമെൻഡേഷൻ അല്ല, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളൊന്ന് റഡാറിലൊന്ന് ട്രാക്ക് ചെയ്ത് അതിൻ്റെ പ്രൈസ് ആക്ഷൻ ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. CCL 2.99 ഡൗൺ ആയിരുന്നു. ഏത്തർ എനർജി 3.02 ഡൗൺ ആയിരുന്നു. ദീപക് ഫെർട്ടിലൈസർ 3.27 ഡൗൺ ആയിരുന്നു. സോ ഇതാണ് ഇന്നത്തെ ഹീറ്റ് മാപ്പ്. ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ FMCG ഇൻഡെക്സ് 3.6 ഡൗൺ ആയതാണ് ITC നമ്മൾ റിഫ്ലക്ട് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സെറോദ ഫൗണ്ടർ നിതിൻ കാമത്തും ഒരു എനിക്ക് തോന്നുന്നൊരു അനലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, മാർക്കറ്റ് അനലിസ്റ്റ്, DCARL എന്താണ് പുള്ളിയുടെ പേര്. അത് നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഒന്ന് കാണണം. സോ പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ പുള്ളി പറയുന്നതനുസരിച്ച് നെക്സ്റ്റ് ഡിക്കേഡ് ഇന്ത്യൻ മാർക്കറ്റിന് നല്ല ബൂമായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് വരെ ഷെയർ ചെയ്യുക. സോ അതെനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.